എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ആൾക്കാര് ഗോവൻമറി കപ്പല് അത് കത്തിയിരിയുന്ന കാഴ്ച കണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയില് ഇപ്പൊ വീണ്ടും വാട്ടർ 7ലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ സോറോ അവനാണെങ്കില് ആ വില്ലൻ തുരുമ്പാക്കി മാറ്റി പൊടിച്ചു കളഞ്ഞ അവന്റെ സ്ക്വാഡിനെ കുറിച്ച് ആലോചിക്കും. ആക്ച്വലി അത് കടക്കാരൻ ഫ്രീ ആയിട്ട് കൊടുത്ത അത്രയും നല്ലൊരു സ്ക്വാഡായിരുന്നു. അതവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. മറ്റൊരു ഭാഗത്ത് ആ സിറ്റിയിലുള്ള ജനങ്ങള് അവരെല്ലാവരും തകർന്നുപോയ ബിൽഡിങ്ങുകള്, വീടുകള്, അങ്ങനെ എല്ലാം തന്നെ ഇപ്പൊ റീകൺസ്ട്രക്ഷൻ ചെയ്യാണ്. അപ്പോഴായിരിക്കും പൗലി അവന്റെ ടീമും ഒരു വമ്പ സ്റ്റൈലില് ഈ ഐലാൻഡിലേക്ക് വരിക. അവരെ കാണുമ്പോ തന്നെ ജനങ്ങളും പെൺകുട്ടികളും ആവേശത്താൽ ആർപ്പ് വിളിക്കും. പൗലി ആണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഐലാൻഡിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവാം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ അവരുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കിയുടെ ആ വലിയ മാൻഷൻ അതും ഒരുപാട് കാർപ്പന്റേഴ്സും ബിൽഡേഴ്സും ഒക്കെ ചേർന്ന് ഇപ്പൊ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ രണ്ട് ബുൾസ് അവറ്റകൾക്കാണെങ്കിൽ ഒരുപാട് അടിയൊക്കെ കിട്ടി ടയർഡായി കിടക്കുകയാണ്. ടോപ്പർ കാര്യമായിട്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് അവറ്റകളോട് റെസ്റ്റ് എടുക്കാൻ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഡോഗ് വൺ അവിടെയാണെങ്കിൽ ഒരുപാട് ജനങ്ങള് ആകാംക്ഷയോട് കൂടെ കണ്ണും നട്ട് എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ്. ആക്ച്വലി ജനങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെ കാണാനാണ്. കാരണം നമ്മുടെ ആൾക്കാരാണ് ഐസ്ബർഗിനെയും ടീമിനെയും തകർക്കാൻ ശ്രമിച്ചുവെന്ന് കരുതി ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന വാരിയേഴ്സും അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ ഒരുപാട് ദ്രോഹിച്ചു. അതിന് മാപ്പ് പറയാനാണ് അവരിപ്പോ ആ ഗേറ്റിന് മുൻപിൽ കാത്തു നിൽക്കുക. പക്ഷെ കാവൽക്കാരാണെങ്കിൽ ആ ഗേറ്റ് തുറക്കാൻ തയ്യാറാവില്ല. കട്ട് ചെയ്ത ഇവിടെ രണ്ട് ജയൻസ് അവരാണെങ്കിൽ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കൂടെ കൂടി വലിയ വലിയ ബിൽഡിങ്ങുകളും ഗേറ്റുകളും ഒക്കെ നിമിഷ നേരം കൊണ്ട് റെഡിയാക്കും. ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യും. അവർക്കെല്ലാം മേലധികാരിയായി നമ്മുടെ ഉസോപ്പും. പിന്നെ ജയൻസ് അവരിപ്പോ ഉസോപ്പിനോട് ചോദിക്കും, ഞങ്ങൾ കുറച്ചു നാള് ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം തിരികെ ഞങ്ങളുടെ ഐലാൻഡിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നിനക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടോ? അങ്ങനെ പോകാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ വരാം, നിന്നെ അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഇത് കേട്ട് ഉസോപ്പ് അവനിപ്പോ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. കാരണം ഓൾറെഡി സ്ട്രോഹാറ്റ് ടീമിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റപ്പെട്ടവനാണ്. മാത്രമല്ല ലൂഫി ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റു. സോ ഇവരുടെ കൂടെ പോണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നൊക്കെ അവനിപ്പോ കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ഐസ്ബർഗും ഫ്രാങ്കിയും അവർ രണ്ടുപേരും അവരുടെ റൂമിലിരിക്കുകയാണ്. ഫ്രാങ്കി പറയും, ഞാൻ ആ ബ്ലൂ പ്രിന്റ് അത് അവർക്ക് കൊടുത്തു. അത് കേട്ട് ഐസ്ബർഗ് അവൻ കൂളായിട്ട് പറയും, കൊടുത്തത് നന്നായി, ഇനി ഒരിക്കലും അവരതിനുവേണ്ടി ഇവിടേക്ക് വരില്ലല്ലോ. പക്ഷെ എന്താ ഇപ്പൊ നേവി ടീം മുഴുവൻ നമുക്കെതിരാണ്. പക്ഷെ ഫ്രാങ്കിക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അവനങ്ങനെ ഹായ് ആയിട്ടിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കും. നീ കുറെ നേരമായല്ലോ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്നു. ഐസ്ബർഗ് നീ ഇപ്പൊ എന്താ ചെയ്യണേന്ന് ഫ്രാങ്കി ചോദിക്കും. അതിന് ഐസ്ബർഗ് ഇത്തവണത്തെ അക്വാലോഗ് അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. സോ അടുത്ത തവണ അക്വാലോഗ് ഉണ്ടാവുമ്പോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ സിറ്റി അത് സജ്ജമായിരിക്കണം. അതുകൊണ്ട് തന്നെ ചില വലിയ ചെറിയ ചേഞ്ചസ് ഒക്കെ നമ്മുടെ സിറ്റിക്ക് ആവശ്യമാണ്. അതെങ്ങനെ ചെയ്യാന്നുള്ള ചില ഡിസൈൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കുമായിരുന്നു. വാട്ടർ 7 എപ്പോ വേണമെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോവാം. സോ ഇനി ഒരിക്കലും അങ്ങനെ മുങ്ങാൻ പാടില്ല. ടാങ്കി ഷോക്കായിട്ട് ചോദിക്കും, നീ എന്തായി പറയണേ? വാട്ടർ 7 ഐലാൻഡ് നീ ഒരു കപ്പലാക്കി മാറ്റാൻ പോവാണോ? ദാറ്റ് ഈസ് ഇംപോസിബിൾ. അത് കേട്ട് ഐസ്ബർഗ് ചിരിക്കും. നമ്മൾ പോസിബിൾ ആവും എന്ന് കരുതിയാണോ ഓരോ കാര്യം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ലക്ഷ്യത്തിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്ത് സക്സസ് ആക്കി മാറ്റുക എന്നത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. അത് കേട്ട് ഫ്രാങ്കിക്കും ഇപ്പൊ ആവേശായി. ടോമും അവരങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പോസിബിൾ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഫുൾ ഫോഴ്സിൽ നിൽക്കുമ്പോഴായിരിക്കും സോംബെ ഇപ്പോ ഫ്രാങ്കിയെ വിളിക്കുക. സോംബെ പറയും, നമ്മൾ 200 മില്യൺ ബെറീസിന് വാങ്ങിയ ഒരു സാധനം അതിപ്പോ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആവേശാവും. അവൻ ഉടനെ ഉഷാറായി ഇപ്പൊ അവിടേക്ക് ഓടാൻ തുടങ്ങും. ആക്ച്വലി നമ്മുടെ ആൾക്കാരുടെ കാശ് അത് അടിച്ചു മാറ്റിയ സാധനമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് 2 ദിവസത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വാരി വലിച്ച് തിന്നാണ്. ഫുഡിന്റെ മണമടിച്ച് നമ്മുടെ തവള അത് ഓടി വന്ന് ഡോറിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കും. പക്ഷെ ഡോർ ചെറുതായതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. അതിപ്പോ ജനൽ വഴി തല അകത്തേക്കിട്ട് നോക്കിയിരിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ കൂർക്കം വലിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ട് ഗ്രാൻഡ്മയ്ക്ക് ആണെങ്കിൽ ചിരി അടക്കാൻ കഴിയില്ല. പക്ഷെ നാമി അവള് മാത്രം
ഒരുപാട് ടെൻഷനിലാണ്. കാരണം അവർക്കിനി ട്രാവൽ ചെയ്യാൻ കപ്പലില്ല. കപ്പൽ മാത്രമല്ല, ഇത്രയും നാളും അവർ സമ്പാദിച്ച അവരുടെ ഒരു സാധനങ്ങൾ പോലും ഇപ്പൊ കയ്യിലില്ല. 200 മില്യൺ ബെറീസ് അതും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴായിരിക്കും ഗ്രാൻഡ്മ ഒരു വമ്പ ട്വിസ്റ്റ് കൊടുക്കുക. നമ്മുടെ ആൾക്കാരുടെ കപ്പലിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുള്ള ജനങ്ങൾ ഓൾറെഡി കപ്പലിൽ നിന്ന് കളക്ട് ചെയ്ത് സേഫ് ആക്കി വെച്ചിരുന്നു. അവരത് ഒന്നൊന്നായി എടുത്ത് ഇപ്പൊ നാമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അവൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഉടനെ ചോപ്പറും റോബിനും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് വരും. ചോപ്പർ സാഞ്ചിയോട് പറയും, ഇനി റോബിൻ കാണാതെ പോവില്ല, അവളെ ഇതാ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. റോബിൻ ആണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവള് പറയും, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. നാമി ആണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ്. കാരണം അവൾ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുകയാണ്. നാമി പറയും, നിങ്ങളിത് കണ്ടില്ലേ, നമ്മുടെ ഡ്രസ്സ്, എക്യുപ്മെന്റ്സ്, പണം, അങ്ങനെ എല്ലാം തന്നെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഡോറും തല്ലി തുറന്ന് നമ്മുടെ ഫ്രാങ്കി അവിടേക്ക് വരിക. ഹേ ഗായ്സ്, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നീ വീണ്ടും മണ്ടത്തരങ്ങൾ പറയാനാണോ ഇവിടേക്ക് വന്നതെന്ന് സാഞ്ചി ചോദിക്കും. അതിനവൻ പറയും, ഒരിക്കലും ഇല്ല, എന്റെ പഴയൊരു സ്റ്റോറി അത് നിങ്ങളോട് പറയാനാണ് ഇവിടേക്ക് വന്നത്. പണ്ട് 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 ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റും വാറും നടന്നു കൊണ്ടേയിരുന്നു. കനോൻ ബോൾസ് ആഞ്ഞിടിച്ച് ഒരു ഐലാൻഡ് അത് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും തീ കത്തി നശിക്കാനായിട്ട് ആരംഭിച്ചു. ഒരു ഐലാൻഡ് മുഴുവൻ കത്തി നശിച്ചിട്ടും അതിന്റെ ഒത്ത നടുക്ക് വലിയൊരു കൂറ്റം മരം. ആ ഒരു മരത്തിന് മാത്രം ഒരു പോറൽ പോലും ഏറ്റില്ല. സോ അതിനുശേഷം ജനങ്ങൾ ആ മരത്തെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആക്ച്വലി ലോകത്തില് അതുപോലുള്ള മരങ്ങൾ വളരെ റയറായിട്ടേ കാണാൻ കഴിയൂ. ആ ഒരു ഐലാൻഡിൽ ഉണ്ടായിരുന്ന മരത്തിന്റെ പേരാണ് മരം. അത് പിന്നീട് മുറിച്ച് അതിന്റെ ചില വുഡുകളെല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ സീക്രട്ട് ആയിട്ട് വിൽക്കുന്നതായി ഞാൻ അറിഞ്ഞു. ആ ഒരു മരത്തിന്റെ പീസുകളുടെ വില 200 മില്യൺ ബെറീസ്. ഞാൻ എത്രയൊക്കെ തലപോഞ്ഞ് ആലോചിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അത്രയും പണം ഉണ്ടാക്കാൻ എന്നെ കൊണ്ടായില്ല. ആ സമയത്താണ് ഞങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾ ഈ ഐലാൻഡിലേക്ക് വന്നതും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം അത് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ തട്ടിയെടുത്തതും. ഉടനെ സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് കലിയിളകും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പണം തന്നെ മോഷ്ടിച്ച് ആ സ്റ്റോറി ഞങ്ങളോട് തന്നെ പറയും. അത് കേട്ട് ഇപ്പൊ ഫ്രാങ്കിക്ക് ടെൻഷനാവും. നിർത്തിനടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇത് ഞാൻ പറയുന്നത് മുഴുവനായിട്ടും കേൾക്ക്. ഒരുപാട് വർഷങ്ങളായി ഞാൻ കപ്പൽ ഉണ്ടാക്കില്ല എന്നൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഡിസിഷൻ ഞാൻ മാറ്റാൻ പോവാണ്. ഇതെന്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പല്, അതിനാവശ്യമായിട്ടുള്ള മരവും റോ മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കയ്യില് ഞാനുണ്ടാക്കിയ ബ്ലൂ പ്രിന്റ് റെഡിയാണ്. സോ ആ ഒരു കപ്പല് ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ച് തരുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുമോ? അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കാരണം നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പൊ കപ്പലില്ല. മാത്രമല്ല ഒരു കപ്പൽ വാങ്ങാനുള്ള പണവുമില്ല. സോ ഡാമേജ്ഡ് ആയതോ സെക്കൻഡ് ഹാൻഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കപ്പൽ വാങ്ങി പോകാമെന്നാണ് നമ്മുടെ ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ മുൻപിൽ വലിയൊരു ഓഫറാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഫ്രാങ്കി വീണ്ടും പറയും, നിങ്ങൾ തന്ന കാശ് കൊണ്ടാണ് ഈ കപ്പൽ ഞാൻ പണി കഴിപ്പിക്കുന്നത്. സോ യാതൊരു തരത്തിലുള്ള റിഗ്രറ്റും വേണ്ട. ഇതുപോലുള്ളൊരു കപ്പലിലാണ് കോൾഡ് ഡി റോജർ അദ്ദേഹം ഈ ഒരു ബ്ലൂ ഐലാൻഡ് അത് മുഴുവനായിട്ടും ചുറ്റിക്കറങ്ങി നടന്നത്. ഉടനെ നമ്മുടെ ആൾക്കാര് അവര് ഭയങ്കര ആവേശത്തില് തുള്ളിച്ചാടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വലിയൊരു കപ്പൽ കാണിക്കും. അതിനുശേഷം സോറയെയും അവനിപ്പോ ഉഷാറായിട്ട് നിലവിളിച്ച് ഓടി വരികയാണ്. സോറ ആണെങ്കിൽ ഏതോ ഒരു മറൈൻ കപ്പൽ കണ്ട് ഷോക്കായിട്ടിരിക്കുകയാണ്. അവൻ ആ ഗാലില കമ്പനി ആയിരിക്കും അവിടെ മുഴുവൻ അന്വേഷിക്കുക. പക്ഷെ അവൻ ഓൾറെഡി റൂട്ട് കറക്റ്റ് ആയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ എവിടേക്കോ ഇപ്പൊ ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ കപ്പൽ കാണിക്കും. അത് വൈസ് അഡ്മിറൽ കാർപ്പിന്റെ കപ്പലാണ്. ആക്ച്വലി ആ ഒരു ചീഫ് കോൾഡ് ഡി റോജറുമായിട്ട് ഒരുപാട് തവണ ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ്. മറൈൻ കപ്പൽ കണ്ട് ഇപ്പൊ ജനങ്ങൾ എല്ലാവരും ഷോക്കായിട്ട് കപ്പലിനെ തന്നെ നോക്കി നിൽക്കും. ഇവിടെ സോറോ ആണെങ്കിൽ വഴി അറിയാതെ വട്ടം കറങ്ങും. അപ്പൊ രണ്ട് കുട്ടികള് സോറയുടെ അടുത്തേക്ക് വരും. അതേസമയം ആ ചീഫ് കാർപ്പ് അവൻ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ തള്ളി മാറ്റി അവനും സോൾജിയേഴ്സും അവരങ്ങനെ മുൻപോട്ട് നടന്നു പോകും. കാർപ്പ് സിമ്പിളായിട്ട് നമ്മുടെ ആൾക്കാരുള്ള ആ ഒരു റൂം അതിന്റെ ഒരു ചുമര് തല്ലി തകർത്ത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ ഹായ് ആയിട്ട് കയറി വരികയാണ്. കാർപ്പാണെങ്കിൽ ലൂഫി കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ട് അങ്ങനെ സ്പീഡിൽ വന്ന് അവന്റെ തലയ്ക്കൊരടി. കാർപ്പാണെങ്കിൽ മുഖത്തുള്ള ആ ഒരു ഹെൽമെറ്റ് അയച്ച് കാണിക്കും. ഉടനെ ആളെ കണ്ട് ലൂഫി ഷോക്കായിട്ട്, ഗ്രാൻഡ്പാ ഇത് നിങ്ങളായിരുന്നോ? അത് കേട്ട് ബാക്കിയുള്ള നമ്മുടെ ആൾക്കാര് അവരങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.